ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുന്നത് കുറ്റകരമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയുധമേന്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നേരിട്ട് വെല്ലുവിളിച്ച ധീരനായിരുന്നു കേണൽ ഗുർബക്ഷ് സിംഗ് ധില്ലൻ. ഗുർബക്ഷ് സിംഗ് ധില്ലൻ തുടക്കത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഒരു ഓഫീസറായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് 1942 സിംഗപ്പൂരിൽ വെച്ച് അദ്ദേഹം ജപ്പാൻ സൈന്യത്തിന്റെ യുദ്ധത്തടവുകാരനായി. അവിടെ വെച്ചാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ മുഖം അദ്ദേഹം നേരിട്ട് കണ്ടത്. ഈ സമയത്ത് മേജർ ഫുജിവാരയുമായും ക്യാപ്റ്റൻ മോഹൻ സിംഗുമായും സമ്പർക്കത്തിലാവുകയും 1942 ഫെബ്രുവരി 17 ആസാദ് ഹിന്ദ് ഫൗജിൽ ചേരുകയും ചെയ്തു. പിന്നീട് 1943 ഒക്ടോബർ 21 നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സേന പുനഃസംഘടിപ്പിച്ചപ്പോൾ ധില്ലൻ നേതാജിയുടെ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറി. അദ്ദേഹത്തെ 5ാം ഗറില്ല റെജിമെന്റിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറായി നിയമിച്ചു. ബർമയിലെ കാടുകളിൽ പരമ്പരാഗത യുദ്ധമുറകൾക്ക് പകരം അദ്ദേഹം ഗറില്ല തന്ത്രങ്ങൾ സ്വീകരിച്ചു. ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ സൈനികർ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വിതരണ ശൃംഖലകളെ ആക്രമിക്കുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. ഇത് ബ്രിട്ടീഷ് സൈന്യത്തെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. 1944 അവസാനത്തിൽ നേതാജി അദ്ദേഹത്തെ നെഹ്റു ബ്രിഗേഡിന്റെ കമാൻഡറായി ചുമതലപ്പെടുത്തി. 1945 ഫെബ്രുവരിയിൽ ബർമയിലെ നിയാങ്കു പാഗൻ മേഖലകളിൽ ശക്തമായ വ്യോമാക്രമണത്തോടെ ബ്രിട്ടീഷ് സൈന്യം ഇരാവതി നദി മുറിച്ചു കടക്കാൻ ശ്രമിച്ചപ്പോൾ കേണൽ ധില്ലന്റെ നെഹ്റു ബ്രിഗേഡ് ഗറില്ല യുദ്ധത്തിലൂടെ അവരെ പിന്തിരിപ്പിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ആസാദ് ഹിന്ദ് ഫൗജ് നേടിയ ആദ്യത്തെ പ്രധാന സൈനിക വിജയമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിനുശേഷം മൗണ്ട് പോപ്പ മേഖലയിൽ കേണൽ ധില്ലൻ ഏകദേശം 5 ആഴ്ചയോളം ബ്രിട്ടീഷ് സൈന്യത്തോട് പൊരുതി നിന്നു. ടാങ്കുകളും പീരങ്കികളും വിമാനങ്ങളും ഉപയോഗിച്ച് 3 വശങ്ങളിൽ നിന്നും ബ്രിട്ടീഷുകാർ ആക്രമിച്ചിട്ടും ധില്ലൻ തന്റെ സൈനിക മികവ് തെളിയിച്ചു. അദ്ദേഹത്തിന്റെ റെജിമെന്റ് 5 ആഴ്ചയിലധികം ശക്തമായ ഗറില്ല പോരാട്ടം തുടർന്നു. എങ്കിലും ജപ്പാനുമേൽ അമേരിക്ക നടത്തിയ ആറ്റം ബോംബ് പ്രയോഗത്തോടെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. യുദ്ധത്തിന്റെ ഗതി മാറുകയും സ്ഥിതിഗതികൾ മോശമാവുകയും ചെയ്തതോടെ ആസാദ് ഹിന്ദ് ഫൗജിന് പിൻവാങ്ങേണ്ടി വന്നു. യുദ്ധാനന്തരം ധില്ലൻ, ഷാനവാസ് ഖാൻ, പ്രേംകുമാർ സെഹ്വാൾ എന്നിവരെ ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. ഈ വിചാരണ രാജ്യത്തുടനീളം സ്വാതന്ത്ര്യജ്വാല പടർത്തി. ഇത് ആത്യന്തികമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തമായ അടിത്തറയായി കേണൽ ഗുർബക്ഷ് സിംഗ് ധില്ലന്റെ സംഭാവനകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു.